എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇപ്പം മാഷയുടെയൊക്കെ സംഗീത സംവിധാനത്തിൽ പാടാനുള്ള അവസരം വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. 3 പാട്ടേ ഞാൻ പാടിയിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ മാഷെ ബഹുമാനിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എന്നും മനസ്സിൽ ഓർക്കുന്നതിന് കാരണം, നമ്മൾ എവിടെ പോയാലും ഏത് പരിപാടിക്ക് പോയാലും മാഷയുടെ ഒരു പാട്ട് പാടാതെ ഒരു ഗാനമേള കംപ്ലീറ്റ് ആവാറില്ല. എവിടെ പോയി ഏത് രാജ്യത്ത് പോയാലും എവിടെ ഏത് പ്രോഗ്രാമിന് പോയാലും രവീന്ദ്രൻ മാഷയുടെ ഒരു പാട്ടുകളൊരു സെഷൻ ഉണ്ടാവും. അത് പാടുമ്പോഴാണ് ഈ പ്രോഗ്രാമിന് ഒരു ഉണർവ് വരും. പൊതുവെ പാട്ടുകളൊക്കെ ഒന്ന് തളർന്നു വരികയാണെങ്കിലും രവീന്ദ്രൻ മാഷ് ഒരു പാട്ട് പാടുമ്പോൾ മൊത്തം ജനങ്ങളും അങ്ങോട്ട് പെട്ടെന്നാണ് ഊർജ്ജം എല്ലാവരിലേക്കും പാസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പാട്ടുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകളുടെ പേരിൽ എപ്പോഴും മാഷോടൊരു നന്ദി നമുക്ക് മനസ്സിലുണ്ട്. കാര്യം ഒരു ഗുരുസ്ഥാനത്ത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികൾക്കും നമ്മൾ. ഒരു പാട്ടുകാരൻ പാട്ടറിയാവുന്നവനാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവനുണ്ടെങ്കിൽ ഒരു പാട്ട് രവീന്ദ്രൻ മാഷ പാടണം. പലപ്പോഴും അങ്ങനെ വരാറുണ്ട്, സംഭവിക്കാൻ ബാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ മാഷുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ മാഷ് ജീവിച്ചിരുന്ന കാലം മുതൽ ഇന്ന് വരേക്കും ശോഭ ചേച്ചിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധമാണ്. അപ്പോൾ ഈ അന്ന് കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും സഹകരിച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലെ വളരെ ജൂനിയർ ആയിട്ടുള്ള മാഷ കൂടെ അധികം ഒന്നും സഹകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവർക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ് ആ കുടുംബമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സഹവാസവും സ്നേഹവും എന്നും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത്.